ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സാരഥി അഖിൽ മാരാറിനെ വിനയം കൊണ്ട് കീഴടക്കുന്ന വിനയാൻവിനൻ അനാവാസികൾക്കും ഓളിയൊന്ന് മറച്ചേ ഓളിയോ ബാക്കിലേക്കുള്ള ഓളിയോ മറച്ചു ബാക്കിലേക്കുള്ള ഹലോ ചെക്ക് ചെക്ക് പ്രിയമുള്ളവരെ, തൃക്കാക്കര NDA സംഘടിപ്പിച്ച ആവേശോജ്വലമായ റോഡ് ഷോ നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഒന്നും അസാധ്യമല്ല എന്ന് കേരളത്തിൽ തെളിയിച്ച, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്ത, തൃശ്ശൂർ സ്വന്തമാക്കിയ, ഇനി കേരളം സ്വന്തമാക്കാൻ പോകുന്ന പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോയാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നമ്മൾ സംഘടിപ്പിച്ചത്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ മണ്ഡലത്തിലേക്ക് ആദ്യം വരുന്ന സമയത്ത് പലരും പറഞ്ഞൊരു വാചകമായിരുന്നു, തൃക്കാക്കര എന്ന് പറഞ്ഞാൽ UDFന്റെ കോട്ടയാണ് എന്ന്. അവരോടെല്ലാം ഞാൻ പറഞ്ഞു, ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. ആ കോട്ട പൊളിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ കോട്ട പൊളിച്ച മുന്നണിയുടെ പേര് NDA എന്നാണ്. ആ കോട്ട പൊളിച്ചടുക്കിയ നേതാക്കന്മാരുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി, അമിത്ഷാ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ചു പറയുന്നു, ഉറക്കെ പറയുന്നു, തൃക്കാക്കര നിയോജക മണ്ഡലം NDA പിടിച്ചെടുത്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള, എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിന് റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കും. ഏറ്റവും റീസെന്റ് ആയിട്ട് ഉദാഹരണം ഞാൻ പറയാം. വൈസ് പ്രസിഡന്റിന്റെ ഒപ്പം ഇദ്ദേഹം ഒരു വേദിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. എന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, അഖിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കാത്തതിന്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞ മനുഷ്യനാണ്. പലപ്പോഴായി പലർക്ക് വേണ്ടിയും നിശബ്ദനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. അത്രയേറെ നന്മയുള്ള, അത്രയേറെ എനിക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക്, നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഞാൻ ഈ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടി അഖിലിന് പിന്തുണ നൽകുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ ഏതാണ്ട് 48 മണ്ഡലങ്ങളിലും പര്യടനം, പ്രചരണമൊക്കെ കഴിഞ്ഞ് അവസാന നിമിഷമാണ് ഇവിടെ എത്താൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു വരവോടുകൂടി മാത്രമാണ് എൻ്റെ പ്രചരണത്തിന് ഒരുപക്ഷെ ഒരു പൂർണ്ണത നേടാൻ സാധിക്കുന്നത്. മാറേണ്ടതെല്ലാം മാറിയേ പറ്റും. മാറ്റേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇതിനു മുമ്പ് എത്രയോ തവണ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാറെന്ന് നമുക്ക് നിരവധി തവണ നിരവധി വിഷയങ്ങളുമായി
ബന്ധപ്പെട്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപത്രം അഖിലിന്റെ പ്രവർത്തന പരിചയ സമ്പന്നത എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി നിങ്ങൾ അഖിലിന് തൃക്കാക്കരയിൽ നിന്ന് ജയിപ്പിച്ചുവിടണം അർപ്പിച്ച ഭൂരിപക്ഷത്തോടെ അത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാൻ സാധിക്കൂ. മാറാത്തതൊന്നും ഉറച്ചു മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല. ഒരു ചെറിയ ആണിക്കല്ലിളകിയാൽ മതി, മാറും. ആ മാറ്റം തൃക്കാക്കരയ്ക്കും വേണം. അഖിൽമാരാർ തൃശ്ശൂരിൽ ഞാൻ ഇതുപോലെ വാഹന പ്രചരണത്തിനും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകൾക്കും പോകുമ്പോഴൊക്കെ ഒരു 10 തവണയെങ്കിലും അവിടുത്തെ തെരുവുകളിൽ എനിക്ക് വേണ്ടി വോട്ട് യാചിച്ച് നടക്കുന്ന അഖിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷം ഇവിടെ അവസാന നിമിഷം, നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ, ഇല്ലാത്ത സമയം ഇല്ലാത്ത ആരോഗ്യം ഒക്കെ വെച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തൃക്കാക്കര അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ട് വിജയം മാത്രം അഖിലിന് സമ്മാനിക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ചക്കയാണ് ചിഹ്നം. ഞാൻ ആദ്യമായിട്ടാണ് താമരക്കല്ലാതെ ഒരു ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനു മുമ്പ് BDJS വേണ്ടി 2016 അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ്. കുന്നത്തുനാട് നിന്ന് നമ്മുടെ സഹോദരൻ ജയിച്ചു വരണം, തൃപ്പൂണിത്തറയിൽ നിന്ന് പ്രിയ സഹോദരി ജയിച്ചു വരണം. അങ്ങനെ 2020-യുടെയും BDJS-ന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന് ഒരു ശബ്ദശക്തിയായി കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തപൂർണമായ ഭരണനിർവഹണം ചോദ്യം ചെയ്യാൻ പോലും നിയമസഭയിൽ ആരുമുണ്ടായില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അവിടുന്ന് സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഇടും, ഇവിടുന്ന് അങ്ങോട്ട് കടകംപള്ളിയുടെ ഫോട്ടോ ഇടും, ഉടനെ അവിടുന്ന് പിങ്കി മോളുടെ പടവിടും, രാഹുലിൻ്റെ പടവിടും, ഉടനെ വാസവൻ മിനിസ്റ്റർ അടൂർ പ്രകാശ് ഇങ്ങനെ പടമിട്ട് കളിക്കും. നമ്മൾ ചീട്ടുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ജോസും ജാക്കിയും ആസും പിന്നെ ജോക്കറയൊക്കെ ഇട്ടുള്ള ഒരു കളിയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും ആ വംശത്തിൽപ്പെടുന്ന ഒരു ചീറ്റപ്പുലി തന്നെയാണ് അഖിൽമാരാർ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം അവിടെ ഉയർന്നേനെ. അത് അടുത്ത 5 വർഷം നിങ്ങൾ ഉറപ്പുവരുത്തണം. അക്കൂട്ടത്തിൽ പ്രിയ അഖിൽമാരാറും ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അഖിലിനെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു അഖിലിനും, അഖിൽ MLA ആകാൻ പോകുന്ന തൃക്കാക്കര മണ്ഡലത്തിന്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. मोदी जी जय जय मोदी जी जय जय NDA जय जय NDA जय जय 2020 जय जय 2020 जय जय 2020 जय जय 2020 भारत माता की जय भारत माता की जय ए कणजेटा केरिको कणजेटा അങ്ങോട്ട് മാറ്റാം. ഒന്ന് മാറിക്കൊടുത്തേ കേട്ടോ, ഒന്ന് മാറിക്കൊടുത്തേ പ്ലീസ്.